പ്രിയമുള്ളവരെ, ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ വൈദ്യുതിയാണ് ഏറ്റവും പ്രധാനമായ നമുക്കാവശ്യമായ ഊർജം. അപ്പോൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമ്മളെല്ലാം പഠിച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദ്യം പഠിപ്പിക്കുന്നത് സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. നമ്മൾ ഓരോ സാധനങ്ങൾ, ഓരോ ടൂൾസ് എല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മെഷീനറീസ് കൈകാര്യം ചെയ്യുമ്പോൾ എടുക്കേണ്ട സുരക്ഷാ നടപടികളെ പറ്റിയാണ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു പഴയ ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ തോന്നുന്നത്. മഴക്കാലത്താണ് ഏറ്റവും അധികം വൈദ്യുതി കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ അടുത്ത ദിവസം പത്രത്തിൽ വായിച്ചു, ഒരു അമ്മ ഒരു പറമ്പിൽ വീണ് കിടക്കുന്ന കണ്ട് മകൻ വന്ന് തൊട്ടപ്പോൾ അമ്മ വൈദ്യുതി ആഘാതമായിട്ട് കിടക്കുകയാണെന്നറിയാതെ മകൻ വന്ന് തൊട്ടപ്പോൾ മകനും ഷോക്കടിച്ചു. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് പുറത്തിറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വളപ്പിലേക്ക് കൂടിയോ ഇങ്ങനെയാണെങ്കിലും ഇലക്ട്രിക് ലൈൻ നമ്മൾ താമസ സ്ഥലത്തിന് മുകളിലേക്ക് കൂടിയോ പോകുന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ പൊട്ടി വീണ വൈദ്യുതി ലൈൻ ഉണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. പ്രത്യേകിച്ച് വീട്ടിലെ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ പല തരത്തിലുള്ള എക്സസറീസ് കൊണ്ടാണ് നമ്മുടെ വീടെല്ലാം വയർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങളുടെ കാശിൻ്റെ കുറവുണ്ട്, ചിലപ്പോൾ തണതരം എക്സസറീസിൽ സ്വിച്ച് അതേപോലത്തെയുള്ള സാധനങ്ങൾ ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരം സ്വിച്ചുകൾ ചില വീട്ടിൽ ലീക്കേജ് ഉണ്ടാവും. ഈ ചുമരിലെ നനവ് കാരണം ഷോക്ക് അടിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും വൈദ്യുതി സ്വിച്ചുകൾ, അല്ലെങ്കിൽ മോട്ടോർ, ഫ്രിഡ്ജ്, എല്ലാം മിക്സി ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നല്ല ഒരു ശക്തമായ ഇൻസുലേഷൻ, അതായത് വൈദ്യുതി കടന്ന് പോകാത്ത വിധത്തിലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് അഥവാ ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ആഘാതം കുറയും, നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. പിന്നെ അബദ്ധവശാൽ ആർക്കെങ്കിലും ഷോക്കേറ്റാൽ നിങ്ങൾ നേരിട്ട് ചെന്ന് ഒരിക്കലും അവരെ പിടിക്കരുത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. മഴക്കാലമാണ് വരുന്നത്, ഇടവപ്പാതി തുടങ്ങുകയായി, ലൈനൊക്കെ അറിയാതെ പൊട്ടി വീഴും. അപ്പോൾ വളരെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ സ്വിച്ച് ചെയ്യുമ്പോൾ കഴിയുന്നതും ഈ പാദരക്ഷകൾ ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ വിരലിൻ്റെ ഈ അറ്റം ഉപയോഗിച്ച് ഓണാക്കുന്നത് ഇതിങ്ങനെ ഈ നഖത്തിൻ്റെ ഇതൊരു ഇൻസുലേഷൻ പോലെ പ്രവർത്തിക്കുന്ന സാധനമാണ് ഈ നഖം. ഇതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിച്ച് ഇതേപോലെ സ്വിച്ചിൻ്റെ നഖം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അഥവാ ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ അടിച്ച് തെറിച്ച് പോകും. സാധാരണ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമ്മളുടെ ഗ്രഹങ്ങളിലേക്കെല്ലാം വരുന്നത്. സാധാരണ 230 ആയിരുന്നു പണ്ട്, ഇപ്പോൾ 220 വോൾട്ട് 50 സൈക്കിൾസ് പെർ സെക്കൻഡിലുള്ള വൈദ്യുതിയാണ് നമ്മുടെ വീടുകളിലൊക്കെ വരുന്നത്. ഇപ്പോഴത്തെ പുതിയ വയറിങ്ങിലെല്ലാം അഥവാ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വരികയാണെങ്കിൽ ബ്രേക്കർ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യും. എന്നാൽ പഴയ വയറിങ്ങുള്ള സ്ഥലത്ത് അങ്ങനെ ആവാൻ സാധ്യതയില്ല. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ലോ ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്ത വയറിംഗ് ആണെങ്കിൽ വളരെ സൂക്ഷിക്കണം. മാത്രം മഴക്കാലം വരുമ്പോൾ പറ്റുകയാണെങ്കിൽ ഈ വയറിംഗ് എല്ലാം ഒന്ന് റീകണ്ടീഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ
ഏറ്റവും പ്രധാനപ്പെട്ടത് മിക്സിക്കൊക്കെ ഇൻസുലേഷൻ ഉള്ളതാണ് എന്നെങ്കിലും ഷോക്ക് അടിക്കുവാൻ സാധ്യതയുണ്ട്, അഥവാ ഷോക്ക് വരിക. അതേപോലെ ഇൻഡക്ഷൻ കുക്കർ നന്നായി കറണ്ട് എടുക്കുന്ന ഒരു 1000 വാട്ട്സ് 1500 വാട്ട്സ് എല്ലാം കറണ്ട് എടുക്കുന്ന ഒരു സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ. അത് മിക്കവാറും വെറും നിലത്ത് നിന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാണുന്നത്. അതൊരിക്കലും ശരിയല്ല. ഒന്നിക്കൽ ഇൻഡക്ഷൻ കുക്കർ സ്ഥിരമായി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു നല്ല കട്ടിയുള്ള റബ്ബറിൻ്റെ ഒരു മാറ്റ് ഇരിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഫ്രിഡ്ജിൽ തുറക്കുകയും പൂട്ടുകയും ചെയ്യുന്ന സ്ഥലത്ത് ഒരു മാറ്റ് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. അത് എല്ലാം തന്നെ. അതുപോലെ തന്നെ പിന്നെ സാധാരണ അധികം വാഷിംഗ് മെഷീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് അധികവും കുളിമുറിയിലാണ് ഉണ്ടാവുക. അപ്പോൾ കുളിമുറിയിൽ ഒരു സ്റ്റാൻഡിലായിരിക്കും വെച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ വാങ്ങിയ സ്റ്റാൻഡ് പിന്നെ ഫൈബർ കൊണ്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ അതിന് കുറച്ചൊരു സേഫ്റ്റി ഉണ്ട് എങ്കിലും നമ്മൾ ഒരു ചെരുപ്പെല്ലാം ഉപയോഗിച്ചിട്ടാണ് പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഏറ്റവും പവർ എടുക്കുന്ന പറയുന്നതാണ് നമ്മളെ വീട്ടിലേക്ക് വെള്ളം ടാങ്കിൽ നിറയ്ക്കുന്ന പമ്പ്. 1/2 HP 1 HP എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ പമ്പിൻ്റെ സ്വിച്ചെല്ലാം ചിലപ്പോൾ ഷോക്ക് വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഷോക്ക് അതാണ് പറയുന്നത്, അവിടെയെല്ലാം നല്ല ഉണങ്ങിയത് തന്നെ ആയിരിക്കണം. നനഞ്ഞ പാദരക്ഷ ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം വെള്ളത്തിലേക്കൂടെ കറണ്ട് കടക്കും. പിന്നെ ഈ വാഹനങ്ങളെല്ലാം തട്ടി വൈദ്യുതി ലൈൻ പൊട്ടി വീണ കാര്യങ്ങൾ പറ്റിയിട്ടെല്ലാം പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ കേട്ടൊരു വാർത്ത എങ്ങനെയായിരുന്നു, ഒരു ബസ്സിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണു. അപ്പോൾ ആർക്കുമൊന്നും പറ്റിയില്ല. പക്ഷേങ്കിൽ ആ ലൈനിൽ കറണ്ട്, അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒരാൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി ഒരു കുട്ടിയെ വാങ്ങുമ്പോൾ എർത്തുമായിട്ട് കണക്ഷൻ വന്ന് ബസ്സിൽ എല്ലാവർക്കും ഷോക്ക് അടിച്ചു. പിന്നെ അങ്ങനെ ഒരു വാർത്ത കേൾക്കുവാനിടയായി. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കഴിയുന്നതും അങ്ങനെ വാഹനത്തിൻ്റെ മേലെ എന്തെങ്കിലും ഇലക്ട്രിക്കിൻ്റെ ലൈനോ വന്ന് വീണ് കഴിഞ്ഞാൽ കഴിയുന്നതും പുറത്തിറങ്ങാതെ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത്. കാരണം നല്ല ആളുകളെല്ലാം ഉള്ള സ്ഥലത്താണ് ആളുകൾ ഓടി വരും. പക്ഷെങ്കിൽ അത് പെട്ടെന്ന് അതും വരുന്നവരും ശ്രദ്ധിക്കണം. ഇത് കറണ്ട് ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് പോയി പിടിക്കാൻ പാടില്ല. ഉടനെ ഇലക്ട്രിക് ഓഫീസിൽ അവിടെ ബന്ധപ്പെട്ട സ്ഥലത്ത് പോയി അല്ലെ ഫ്യൂസ് വലിക്കുക ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള അപകടങ്ങളിൽപ്പെട്ടവരെ രക്ഷിക്കുവാൻ ശ്രമിക്കാവൂ. കാറിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ കാറിൽ നിന്ന് കാല് പുറത്തെടുക്കേണ്ട താമസം ഈ മേലെ കാറിൻ്റെ മുകളിലുള്ള കാറിൻ്റെതോ ഏത് വാഹനത്തിൻ്റെയോ മുകളിലുള്ള ഇലക്ട്രിക് ലൈനിൽ ചാർജ് ആണെങ്കിൽ അതിൽ കറണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് നമ്മുടെ ദേഹത്തെ കൂടി ഇറങ്ങുന്ന ആളുടെ ദേഹത്തെ കൂടിയാണ് ഭൂമിയിലേക്ക് പോവുക. ഉടനെ അയാൾക്ക് ഷോക്ക് അടിക്കും. പിന്നെ ചിലപ്പോൾ അവർക്കെല്ലാവർക്കും ഷോക്ക് അടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഇടവപ്പാതി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരിക്കൽ ഒരു സംഭവം ഓർക്കുന്നു. പറഞ്ഞു കേട്ടതാണ്. ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ വരുമ്പോൾ അവിടെ ലൈന് പൊട്ടി വീണിട്ടുണ്ട്. എല്ലാവരും ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇതാ ലൈന് പൊട്ടി വീണിട്ടുണ്ട്, അങ്ങോട്ട് പോകണ്ട. പക്ഷെ ചെറുപ്പക്കാരൻ ബൈക്കാകുമ്പോൾ അവൻ വിചാരിച്ചു, എൻ്റെ ബൈക്ക് ടയർ ഇൻസുലേഷനുള്ള സാധനമല്ലേ, ഷോക്ക് അടിക്കില്ല എന്ന് വിചാരിച്ചു. കാരണം ടയർ മഴയാണ്, മഴയത്ത് നനഞ്ഞ ടയറാണ്. നല്ലവണ്ണം ഷോക്ക് അടിച്ച് പൊളിഞ്ഞ് വീണ് ഇങ്ങനെയെല്ലാം രക്ഷപ്പെട്ടു. അങ്ങനെയാണ് മഴക്കാലത്തുള്ള അനുഭവങ്ങൾ. പിന്നെ ഇടിമിന്നൽ ഉള്ള സമയത്ത് അത് ചെറിയ തോതിലെല്ലാം നമ്മളെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇടിമിന്നൽ ദൂരെ നിന്ന് വരുമ്പോൾ, പെട്ടെന്ന് വന്നാലൊന്നും ചെയ്യാൻ പറ്റില്ല. ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ കുത്തിവെച്ച എല്ലാ ചാർജറുകളും എല്ലാം ഇടിയുള്ളവരൊന്നും ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഇടി ഇല്ലാത്ത സമയത്ത്, അതായത് ഇങ്ങനെ വരുമല്ലോ പെട്ടെന്ന്, രാത്രിയിലാണെങ്കിൽ ഇത് പെട്ടെന്ന് അറിയില്ല. അന്നേരം കഴിയുന്നതും ഇടിയുടെ ഇടവേള നോക്കിയിട്ട് ഇതെല്ലാം വലിച്ചു കളയണം. ഓഫാക്കിയാൽ മാത്രം പോരാ, ഇത് സ്വിച്ച് ഓഫാക്കിയാൽ മാത്രം പോരാ. ഇടിയുടെ ശക്തി എന്ന് വെച്ചാൽ ഭയങ്കര ശക്തിയാണ്. അത് സ്വിച്ചിനെയും ജമ്പ് ചെയ്തിട്ട്, സ്വിച്ചിൻ്റെ ടെർമിനൽസിനെയും ജമ്പ് ചെയ്തിട്ട് പോകുവാനുള്ള ഇതുണ്ട്. അപ്പം ഞങ്ങളുടെ സാധനങ്ങൾ നശിക്കുക മാത്രമല്ല വീട്ടിലെ വയറിങ്ങെല്ലാം
കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വീട്ടിലത്തെ ഇങ്ങനെ ഇടി വരുമ്പോൾ നല്ലൊരു മഴക്കാലത്ത് ഒരു എമർജൻസി ലാമ്പ് 1-2 എണ്ണം വീട്ടിൽ കരുതുന്നത് നന്നായിരിക്കും. അപ്പോൾ അന്നേരം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ അകത്ത് ആണ് മിക്ക മെയിൻ സ്വിച്ചുകളും വീട്ടിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്നാൽ പുറത്ത് പോയി ഓപ്പൺ ചെയ്യാൻ നിൽക്കണ്ട, ബാക്കിയുള്ള കഴിയുന്നത്ര എല്ലാ സ്വിച്ചുകളും ഓഫാക്കി ഇടുവാൻ ശ്രമിക്കുക. അന്നേരം പരമാവധി എന്തെങ്കിലും ഇടി കാരണം ഉണ്ടാകുന്ന ഡാമേജുകൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഇതെല്ലാമാണ് സുരക്ഷയെപ്പറ്റി പറയാനുള്ളത്. പിന്നെ പണ്ടൊക്കെ ഈ ഇലക്ട്രീഷ്യന്മാരിലൊക്കെ ഗ്ലൗസ് ഉപയോഗിച്ച കണ്ടിട്ട്, ഇലക്ട്രീഷ്യൻ ലൈൻമാൻമാരിൽ ഇന്ന് അതൊന്നും ഉപയോഗിക്കുന്ന കാണുന്നില്ല. ഒന്നിക്കൽ സപ്ലൈ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏലുകെട്ട് ഒരു അണീസ്നെസ് ഉപയോഗിക്കാനുള്ള ഒരു ഏലുകെട്ട് കൊണ്ടായിരിക്കും അത് ഉപയോഗിക്കാത്തത്. അതൊക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വൈദ്യുതി ജീവനക്കാരൊക്കെ വളരെ റിസ്ക് എടുത്താണ് രാത്രി കാലങ്ങളിലും ജോലി ചെയ്യുന്നത്. അവരെ ഇക്കാര്യത്തിൽ അഭിനന്ദിച്ചേ പറ്റൂ. ഇതെല്ലാമാണ് ഈ സുരക്ഷയെപ്പറ്റി പറയുവാനുള്ളത്. വീടുകളിൽ മാത്രമല്ല, ഇതേ സമയത്ത് ഇടിയെല്ലാം ഉള്ള സമയത്ത് പല ഫാക്ടറീസും കമ്പനീസും എല്ലാം ഉണ്ടല്ലോ, അവരെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ഇതൊക്കെ അവരൊക്കെ ഒരു ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. പിന്നെ ചില കെട്ടിടങ്ങളെല്ലാം ഇടിമിന്നൽ രക്ഷാചാലകങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാവിടെയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലവർ പറയുന്ന ഇൻഡക്ഷൻ ഇപ്പോൾ ഇതുണ്ടല്ലോ, മറ്റ് ടവർ, നമ്മുടെ ടവറുകളുണ്ടല്ലോ, ഈ മൊബൈൽ ടവറുകൾ. അപ്പോൾ അതിൻ്റെ വലിയ ഇതിലുള്ള പരിസരത്തൊന്നും ഇടി വീഴില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പറ്റുന്നവർ നല്ല കഴിവുള്ളവർ ഇടിമിന്നൽ രക്ഷാചാലകം വെക്കുന്നത് നന്നായിരിക്കും. അത് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് തന്നെ വെക്കണം, അല്ലെങ്കിൽ ഗുണത്തേക്കാൾ അധികം ദോഷം ചെയ്യും. ഇത്രയുമെല്ലാമാണ് ചെറിയ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, ടി വി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലവരൊക്കെ ഇതിൻ്റെ പിറകിലെ കണക്ഷൻ, കേബിൾ കണക്ഷൻ ഇടി വരുന്ന കാണുമ്പോൾ എടുത്ത് മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അതൊരിക്കലും ഇടിയുള്ള സമയത്ത് ചെയ്യരുത്. അതെല്ലാം ഇടി വരുന്നതിന് മുൻപേ ചെയ്യുക, അല്ലെ പിന്നെ അത് അങ്ങോട്ടേക്ക് പോയാൽ പെട്ടെന്ന് മനുഷ്യ ജീവനേക്കാളും വലുതല്ലല്ലോ ടി വിയും മറ്റുള്ളതല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ശശിധരൻസ് വ്ളോഗിലൂടെ ശശിധരൻ എനിക്ക് പറയുവാനുള്ളത്. എല്ലാവരും ഈ കാര്യങ്ങളൊന്ന്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷേങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഈ വെൽഡിങ് അങ്ങനത്തെ ഹെവി കറണ്ടെല്ലാം ഉപയോഗിച്ച് ചെയ്യുന്നവർ നല്ല പാദരക്ഷകൾ, അതിനെത്ര പൈസ മുടക്കിയാലും ശരി അവനവൻ്റെ ജീവനാണ് ഏറ്റവും വലുത്. പാദരക്ഷകൾ ഉപയോഗിക്കുന്നതാണ് നല്ല. അധികം കാണുന്ന താഴ്ന്ന ചെരുപ്പല്ലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തെല്ലാം ആരുടെയെല്ലാം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് പോകുന്നതാണ്. അത് പാടില്ല. ശരിക്കുള്ള പാദരക്ഷകൾ, അത് ആരെന്ത് കളിയാക്കിയാലും ശരി നമ്മൾ അത് പാദരക്ഷകൾ ഉപയോഗിക്കണം. എല്ലാ മെഷീനറീസും, ഇലക്ട്രിക് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെഷീനറീസും ഉപയോഗിക്കുമ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നല്ല ഇൻസുലേറ്റീവ് പവറുള്ള പാദരക്ഷകൾ എത്ര പൈസ മുടക്കിയാലും അതൊരു അധികമാവില്ല. അവനവൻ്റെ ജീവനേക്കാൾ വലുതല്ലല്ലോ പണം ഉണ്ടാകുന്നത് അവനവനുണ്ടെങ്കിലേ പണമുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് താൽക്കാലികമായി എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ കെട്ടി നിൽക്കുന്ന വെള്ളം കടക്കുമ്പോൾ സൂക്ഷിക്കണം. എന്തെങ്കിലും ലൈനാറ്റം പൊട്ടി വീണോ എന്നോ അറിയില്ല. അപ്പോൾ രാത്രിയൊക്കെ ചിലപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ അതിൻ്റെ ന്യൂട്രലായി പോയിട്ടുണ്ടാവും, കട്ടായിട്ടുണ്ടാവും, ഫേസ് അവിടെ ഉണ്ടാവും. ഫേസ് വെള്ളത്തിലാണ് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറണ്ട് പോയ സമയത്ത് രാത്രി ടോർച്ചൊക്കെ തെളിച്ച് വരുന്നവർ നല്ലോണം ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് എന്നുകൂടി ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും ചെറിയ വിശേഷങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ശശിധരൻസ് വ്ളോഗിലെ
ശശിധരൻ NK എന്ന ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അത് ഒരു കാര്യം കൂടെ വിട്ടുപോയി. ഇടിയുള്ള സമയത്ത് ലാൻഡ് ഫോൺ ഉപയോഗിക്കരുത് എന്നാണ് എല്ലാവരും പറയുന്നത്. ലാൻഡ് ഫോൺ മാത്രമല്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 1-2 അനുഭവങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതും ആരും ഇങ്ങോട്ട് വിളിക്കാതിരിക്കാൻ എല്ലാ ഫോണുകളൊന്ന് ഓഫാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇത്രയും കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശശിധരൻസ് വ്ലോഗിൻ്റെ നന്ദി, നമസ്കാരം.